രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ ഇന്ന് UDF ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. ഓരോ ജീവനുകൾ ദിവസം പൊലിഞ്ഞോണ്ടിരിക്കുക. ഓരോ ദിവസം IFTക്ക് അറിയാം ഈ വയനാടിന് ഏറ്റവും പൾസറിയുന്ന ആളാ. ഒരു റിപ്പോർട്ടാണ് നിങ്ങള്. എന്താ ഞങ്ങൾ ആരോടാ പ്രതികരിക്കേണ്ടത്? ആരോടാ പ്രതിഷേധിക്കേണ്ടത്? നിരന്തരം ഓരോ ദിവസം നാട്ടിലിറങ്ങിയിട്ട് ആനകള് അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവനെടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാമക്കുണ്ടായ മക്കളോ? ഇന്നവരെ ഇപ്പൊ 2-3 ജീവനുകൾ അടുത്ത ദിവസം പൊലിഞ്ഞു. ഇന്നവരെ ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ജില്ലാ സമ്മേളനത്തിലൊക്കെ പോകാൻ സമയമുണ്ട്. ഈ വയനാട്ടിലെ ആ പാവങ്ങളെ വീടുകൾ വരെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോട് പറയും? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചോണ്ടിരിക്കുക. ആരോടാ ഞങ്ങൾ പറയാ? ഒരു പ്രശ്നവും സാധാരണ എല്ലാ സമയത്തുണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ഹർത്താലുകൾക്കും ഞങ്ങള് 10-15 മിനിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ വിടലാണ്. ഇത് ഇന്ന് ആ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CPMന്റെ അച്ചാരം വാങ്ങി വന്നിരിക്കുക അദ്ദേഹം. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതീവ ഗുരുതരമായ ഈ അവസ്ഥയിൽ 2 ദിവസത്തിനിടെ വയനാട്ടിൽ മാത്രം 2 ജീവനുകൾ പോകുമ്പോൾ സ്വാഭാവികമായി ഈ പ്രതിഷേധവും ഈ രോഷപ്രകടനവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഇപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഇങ്ങനെ ഒരു വാക്കേറ്റവും ഒരു സംഘർഷവും ഒക്കെ ഉണ്ടാവാൻ കാരണം? ശ്രീജ, ഹർത്താൽ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം ഈ വയനാട് ജില്ലയുടെ പ്രവേശന കവാടം താമരശ്ശേരി ചുരത്തിനിപ്പുറം UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയാനുള്ള നീക്കം നടത്തുകയായിരുന്നു. അവർ ഈ പ്രവേശന കവാടത്തിൽ വാഹനങ്ങൾ ഉപരോധിക്കുകയാണ്. നേരത്തെ കുറച്ചുകൂടി പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സാധാരണഗതിയിൽ 10-15 മിനിറ്റൊക്കെ ചുരം ബ്ലോക്കാക്കാൻ അനുവദിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അതിനുപോലും അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പ്രവർത്തകർ ഇപ്പോൾ കവാടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. 2 വശവും വാഹനങ്ങൾ കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ വാഹനങ്ങൾ ചുരത്തിൽ നിന്നും കടത്തിവിടാത്ത ഒരു സാഹചര്യമാണുള്ളത്. അടിയന്തരമായി പോകേണ്ട ചില വാഹനങ്ങൾ മാത്രമാണ്. മറ്റു വാഹനങ്ങളൊക്കെ ഇപ്പോൾ കുരുങ്ങിക്കിടക്കുന്നത് ഈ UDF പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരം, അവരുടെ ഹർത്താൽ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കൂടുതൽ പ്രവർത്തകരൊക്കെ ഇവിടെയൊക്കെ എത്തിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നീക്കി. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ആണിപ്പോൾ പ്രവർത്തകർ ഈ കവാടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശത്തൂടെ വാഹനങ്ങൾ താഴേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് ഈ കോഴിക്കോട്ടിനും വയനാടിനും ഇടയിലുള്ള അപ്രവേശന കവാടം എന്ന ആ ഒരു മേഖല, അവിടെയാണ് പ്രതിഷേധവുമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വയനാട് ജില്ല തികഞ്ഞൊരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓരോ ദിനം എന്ന രീതിയിൽ ആളുകൾ മരിക്കുന്ന ഒരു കാഴ്ച, കാട്ടാനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ മരിക്കുന്ന ഒരു കാഴ്ച. ജില്ലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിരന്തരം ഓരോ ദിവസവും ഓരോ ജീവനുകൾ പൊലിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും മരണങ്ങൾ തന്നിട്ട് ഈ വയനാട്ടിൽ ഇന്നേവരെ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇനി ഞങ്ങൾ എങ്ങനെയാ ഈ നാടും കാടും വേർതിരിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുക. ഇവർ വിചാരിച്ച് ഞങ്ങൾ 4-5 UDF ഉള്ളതില് സ്റ്റേഷൻ മാർച്ച് അടക്കം വെച്ചിട്ട് ഞങ്ങൾ UDF ഒന്നടക്കം വയനാട് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ മാർച്ച് അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അറസ്റ്റ് ചെയ്യാൻ പറ്റും? ജനങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ അറസ്റ്റ് ചെയ്ത
ഗതാഗതം സ്ഥാപിക്കാൻ അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. കാര്യമായി തന്നെയുള്ള ഒരു ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണഗതിയിൽ വയനാട് ഹർത്താൽ തുടങ്ങിയ ആദ്യം ഗതാഗതങ്ങൾ തടയുന്ന സ്ഥലം കൂടി ലക്കിടിയാണെന്ന് പറയാം. ലക്കിടിയിലാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ചിരിക്കുന്ന ഹർത്താൽ അനുകൂലികളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നേരിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നേരത്തെ ഒരു വിഭാഗം അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇവിടെ അതായത് ചുരത്തിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഹർത്താൽ അനുകൂലികളെയൊക്കെ അവിടുന്ന് മാറ്റുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചുരം തുടങ്ങുന്ന ഭാഗത്താണ്. വയനാടിന്റെ മറ്റു ഭാഗത്തൊക്കെ ഈ തരത്തിലൊരു പ്രതിഷേധമുണ്ടോ, അതോ സമാധാനമായ കാര്യങ്ങൾ പുരോഗമിക്കുകയാണോ? ശ്രീജ, മറ്റിടങ്ങളിൽ ഇത്ര പ്രതിഷേധം ആയിട്ടില്ല. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഹർത്താൽ അനുകൂല പ്രകടനവുമായി രംഗത്തെത്തിയത്. സാധാരണഗതിയിൽ ഈ പതിവാണ്. ഈ വയനാട് ജില്ലയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഈ ചുരം ഭാഗത്ത് അവസാനിക്കുന്നിടത്ത് വയനാടിന്റെ ഒരു പ്രവേശന കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്ത്. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള അധികം സമയം നൽകാതെ തന്നെ പോലീസ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പ്രതിഷേധക്കാരെ നീക്കിയിരിക്കുന്നു. വാഹന ഗതാഗതം സുഗമമാക്കിയിരിക്കുന്നു. ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഏതാണ്ട് 20ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ ആദ്യം എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീടാണ് കുറച്ച് പ്രവർത്തകർ കൂടി സ്ഥലത്തേക്ക് എത്തുകയും അവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇതോടുകൂടി വാഹന ഗതാഗതം ഏതാണ്ട് സുഗമമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രവേശന കവാടമുള്ള ലക്കിടി, ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ആ ഭാഗത്താണ് പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്നത്. ആ പ്രതിഷേധക്കാരെ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. ജില്ലയിലെ മറ്റിടങ്ങളിലൊന്നും രാവിലെ വാഹനങ്ങൾ തടയുകയോ അല്ലെങ്കിൽ ഇതുപോലെ പോലീസുമായി കയ്യേറ്റം ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അല്പസമയത്തിനകം പ്രതിഷേധ പ്രകടനം ഈ ഹർത്താൽ അനുകൂലികൾ നടത്തും. ഒരുപക്ഷെ ആ സമയത്ത് കൂടുതൽ പ്രതിഷേധം പോലീസിനെതിരെയും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വീണ്ടും ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് വയനാടൻ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ്, ഈ കാട്ടാനയുടെ ആക്രമണമുണ്ടായ ഭാഗത്തൊക്കെയുള്ള ഒരു അവസ്ഥ എന്താണ്? അവിടെ ഇന്നലെയൊക്കെ നമ്മൾ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ഈ ഒരു UDF ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ ആ സമരത്തിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ടോ? മേപ്പാടി മേഖലയിലായിരുന്നു ഇന്നലെ പ്രതിഷേധം നടന്നത്. പ്രത്യേകിച്ചും ഈ സർക്കാർ ഉറപ്പുകൾ നൽകണം, അല്ലെങ്കിൽ ADM അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു ഇന്നലെ മേപ്പാടിയിൽ ഈ അട്ടമല ഭാഗത്ത് പ്രതിഷേധം നടത്തിയത്. പക്ഷേ അക്കാര്യത്തിൽ പിന്നീട് ADM സ്ഥലത്തെത്തുകയും ഈ പ്രതിഷേധക്കാർക്ക് ചില ഉറപ്പുകളൊക്കെ നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പിന്നീട് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് മരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആ ഘട്ടത്തിലെ സമരമൊക്കെ തീർന്നു. അതിനുശേഷമാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ച് ഇന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് മേപ്പാടി ഭാഗത്ത് ഇന്ന് കാര്യമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ ഒരു 10 മണിയോടുകൂടിയൊക്കെ തന്നെ ആ മേഖലയിലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാടിൻ്റെ എല്ലാ മേഖലകളിലും ബത്തേരിയിലും മാനന്തവാടിയിലും മേപ്പാടിയിലും കൽപ്പറ്റയിലും ഒക്കെ പ്രതിഷേധ പരിപാടികളുണ്ടാവും. പക്ഷേ ഒരു ജില്ലാ ആസ്ഥാനം എന്ന രീതിയിൽ കൽപ്പറ്റയിലാവും കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്കുള്ള സാധ്യതയുള്ളത്. കൽപ്പറ്റയിലേക്കാണ് പ്രവർത്തകർ കൂടുതലായി തമ്പടിച്ചു വരിക. എന്തായാലും ഈ ചുരം അവസാനിക്കുന്ന ലക്കിടി ഭാഗത്തുള്ള പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട പ്രവർത്തകരെ പൂർണ്ണമായും നീക്കിയിരിക്കുന്നു. അവരെ പോലീസ് ബലം പ്രയോഗിച്ചതിനെ അറസ്റ്റ് ചെയ്ത് സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ കാര്യമായി ഈ ചുരം കടന്ന് വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഹർത്താലാണെന്ന് അറിയാം. അതുകൊണ്ട് വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ഇങ്ങോട്ട് വരുന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാര്യമായി സർവീസ് നടത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനം അങ്ങേയറ്റം പ്രകോപിതരായി നിൽക്കുന്ന സാഹചര്യം, അടിക്കടി വന്യജീവി ശല്യത്തിൽ ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം. ഒരു വശത്ത് കടുവയാണെങ്കിൽ മറ്റൊരു വശത്ത് പുലിയുടെ ശല്യം. ഇതിനുമപ്പുറമാണ് ആനകളുടെ ശല്യവുമായി ജനം പൊറുതിമുട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 പേരുടെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം
സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ അങ്ങേയറ്റം പ്രകോപിതരായേക്കും എന്ന ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെയാണ് ബസ് സർവീസുകൾ നടത്താതിരിക്കുന്നത്. കടകമ്പോളുകൾ നമുക്ക് ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കിയാൽ ഏതാണ്ട് അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത. സാധാരണഗതിയിൽ രാവിലെയൊക്കെ ഈ വയനാട്ടിലെ ഹോട്ടലുകളും മറ്റുമൊക്കെ തുറക്കേണ്ടതാണ്. കാരണം ഈ പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം കടകളൊന്നും രാവിലെയും തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ജനജീവിതം ഇന്ന് ഏതാണ്ട് പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് നീങ്ങും എന്ന ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ കിട്ടുന്നത്. സാധാരണഗതിയിൽ വലിയ തോതിൽ ഈ വാഹനങ്ങൾ ഓടുന്ന ഒരു വഴിയാണ് ചുരം വഴിയുള്ള ലക്കിടി ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിൽ വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്തുള്ള ഈ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവയൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ശ്രീജ. അനീഷ്, ഈ ഇന്നലെ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഒക്കെ കർഷകരുടെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ അതിന് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. കടകളൊക്കെ തുറന്നു, എല്ലാ ജനജീവിതമൊക്കെ സാധാരണ പോലെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി എങ്ങനെയായിരിക്കും? ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പിന്തുണ, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ആ തരത്തിലൊരു പിന്തുണ ഉണ്ടോ UDFന്റെ ഹർത്താലിന്? ആദ്യം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. അവരാരും ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ മറ്റൊരു ജീവൻ കൂടി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ UDFും LDFും തമ്മിൽ ഇക്കാര്യത്തിൽ ചില ഭിന്നതകളുണ്ട്. കാരണം ഈ വന്യജീവി ശല്യം നേരിടുന്നതിനുള്ള നിരവധി കാര്യങ്ങൾ നടക്കുമ്പോഴും ഹർത്താൽ സംഘടിപ്പിച്ച് ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന ഒരു ആക്ഷേപമാണ് ഈ LDFന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വന്യമൃഗ ശല്യം, ഒപ്പം പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ചും ചൂരൽമല ദുരന്തം പോലുള്ള കാര്യങ്ങൾ നടന്ന് വയനാട്ടിലെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. ടൂറിസം മേഖലയും ഒക്കെ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ. കാരണം വലിയൊരു നാശം ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ എത്തുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളില്ല. അടിക്കടി ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കാനേ കഴിയൂ. MP അടക്കമുള്ള ആളുകൾ, ഈ പ്രിയങ്ക ഗാന്ധി ആയാലും നേരത്തെ രാഹുൽ ഗാന്ധിയൊക്കെ ആയാലും, അവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്ന ഒരു നിലപാടിലേക്കാണ് CPMഉം LDFും എത്തിയത്. എന്തായാലും അവരുടെ പിന്തുണ ഈ സമരത്തിനില്ല. അവർ പറയുന്നത് ചർച്ചകളിലൂടെയും കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയും കേന്ദ്ര വനനിയമത്തിലെ ഭേദഗതിയിലൂടെയും മറ്റും മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഇത്തരം പ്രശ്നങ്ങൾക്ക് കാണാൻ കഴിയൂ. മറിച്ച് ജനജീവിതം സ്തംഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്തംഭിപ്പിച്ചതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ലെന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ UDF ആട്ടെ പറയുന്നത് ഓരോ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ഇനിയും സർക്കാർ വളരെ പെട്ടെന്ന് നീങ്ങണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ കടകമ്പോളങ്ങളും മറ്റുമൊക്കെ ഏതാണ്ട് അടഞ്ഞു കിടക്കുന്നു. സാധാരണഗതിയിൽ രാവിലെ തന്നെ തുറക്കേണ്ട കടകളും ഹോട്ടലുകളുമൊക്കെയാണ്. വഴികളിൽ വാഹനങ്ങളുടെ എണ്ണം തീരെ കുറവാണ്. ആദ്യ മണിക്കൂറുകളിൽ ഹർത്താൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് വയനാട്ടിൽ നിന്നും നൽകാൻ കഴിയുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചുരം തുടങ്ങുന്ന ഭാഗത്ത് തടസ്സമുണ്ടാക്കിയ പ്രവർത്തകരെ, UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. ഇപ്പോൾ നിരത്തുകൾ വിജനമാണ്. കടകളൊക്കെ തുറന്നു വരുന്നതേയുള്ളൂ. എത്രത്തോളം വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ഹർത്താലിന് പിന്തുണയുണ്ട് എന്നത് വരും മണിക്കൂറുകളെ വ്യക്തമാവൂ. എന്തായാലും രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് UDF വയനാട്ടിൽ രാവിലെ മുതൽ ഹർത്താൽ ആചരിക്കുന്നത്. വന്യജീവി ആക്രമണത്തെ തടയാനായി ഇതിനിടെ കർമ്മ പദ്ധതിയുമായി വീണ്ടും വനം വകുപ്പ് എത്തുന്നു. 10 മിഷനുകൾ വനം വകുപ്പ് ഇതിനായി രൂപീകരിക്കും. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കാനും കർമ്മ പദ്ധതിയിൽ തീരുമാനമായി. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതിന് യോഗം തീരുമാനിച്ചു.
വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ക്ലിയറൻസ് നടത്തുന്നതിന് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചുവരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് SDMAക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടി ത്വരിതപ്പെടുത്തും. വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. കൂടാതെ 10 മിഷനുകൾക്കും യോഗം തീരുമാനിച്ചു. കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ മന്ത്രിയുടെ രാജി ആവശ്യമടക്കം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പട്ടാപ്പകൽ കാട്ടാനയുടെ പരാക്രമം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയാണ് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് അപ്പൻകാപ്പ് നഗറിലെ 123 കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത്. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ്. ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഇവരുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. പട്ടാപ്പകൽ പോലും കാട്ടാന ഇറങ്ങുന്ന ഈ ഇടത്ത് ഇനി എങ്ങനെ സുരക്ഷിതമായി നിൽക്കും? എങ്ങനെ പുറത്തിറങ്ങും? ഇനി കുട്ടികളെ എങ്ങനെ അംഗനവാടിയിലാക്കും? ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ. പ്രദേശത്തെ അംഗനവാടി മുറ്റത്തേക്കാണ് മോഴയാന ഭീതി പരത്തി പാഞ്ഞെത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആനയെ കണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മിറ്റടിച്ച് നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കയറി കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി നിൽക്കുക. അതിൽ ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അകത്തുനിന്ന് കൂട്ടിക്കൊടുന്നു. കുട്ടികളൊക്കെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഉണ്ടായത്. പിന്നെ എല്ലാരും ആ പേടിച്ചിന്ന് കുറെ നേരം വിറച്ചിക്കണം. പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ. രാവിലെ മുതൽ തന്നെ ആനയെ ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു ആനയുടെ വരവ്. 123 കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത്. ആളുകളെത്തി ബഹളം വെച്ചും പാട്ടകൊട്ടിയും 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. വലിയൊരു ഭീഷണി നേരിടുകയാണ്. കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത്. കാരണം ഒരു അപകട സാഹചര്യത്തിലുള്ള ഒരു ആനയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളനി ഈ നഗറിലെ മുതിർന്ന ആളുകൾ പറയുന്നത്. കാരണം അതങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന തരത്തിലുള്ള ഒരു ആനയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ്. ഈ സമയത്തൊക്കെ ആന അവരെ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പൊ കുറച്ച് നേരത്തെ മുമ്പ് വന്നു പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് കാട്ടിലേക്ക് കയറിയെങ്കിലും എത്രത്തോളം അത് ഉള്ളിലോട്ട് പോയി എന്നോ അല്ലെങ്കിൽ ഇനിയും വരാൻ നമുക്ക് ഇവിടെ ഇനിയും ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം. ഇവിടുത്തെ ഫെൻസിങ്ങോ ഒരു സോളാർ ഫെൻസിങ്ങോ ഒന്നും ഒരു കാര്യക്ഷമമായ രീതിയിലല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം നടുക്കൂടെ നമുക്ക് നീർപ്പുഴ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ഇതിലൊന്നും ആന ഏത് ഭാഗത്തൂടെ ആനയ്ക്ക് വരാവുന്ന രീതിയിലാണ്. ട്രഞ്ചൊന്നും കാര്യക്ഷമമായ രീതിയിലല്ല. കല്ലുകൊണ്ട് കെട്ടി അതൊക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ആന വരുന്നത്. ഒരു കൃത്യമായൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ആന ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണ്ടും എത്തിയേക്കാം എന്ന ആശങ്കയും ഇവർക്കുണ്ട്. വനപാലകർ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ട റീന കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കേസിൽ ഭർത്താവ് മനോജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മനോജിനെതിരെ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. വിവരങ്ങളുമായി ശശി നാരായണൻ. ശശി, ഏതാണ്ടൊരു 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതകം. മക്കളായിരുന്നു പ്രധാന സാക്ഷികൾ. അന്ന് ചെറിയ കുട്ടികളായിരുന്ന മക്കൾക്ക് മുന്നിൽ വെച്ച് കൊലപാതകം നടത്തി എന്നത് ആ കാലത്ത് വലിയ വിവാദവും അല്ലെങ്കിൽ വലിയ വാർത്തകളിൽ ഇടം പിടിച്ചതുമാണ്. ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, എന്തായാലും ശിക്ഷ ഉറപ്പാവും. കറക്റ്റ് ഇന്നലെ 2014 ഡിസംബർ 28-നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതകം ഉണ്ടാവുന്നത്. ആ കൊലപാതകത്തിലൂടെ ഭർത്താവ് മനോജ് സംശയത്തിന്റെ പേരിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയായിരുന്നു. അത് മക്കളുടെയും 2, 10, 11 വയസ്സുള്ള മക്കളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ
ഈ റീനയെ ഭർത്താവ് മനോജ് ഇഷ്ടികയും ജാക്കി ലിവറും കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകം, തടഞ്ഞു വെക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ഇന്നലെ കോടതിയിൽ കണ്ടെത്തിയിരുന്നു. എന്തായാലും പ്രതിക്ക് ശിക്ഷ ഉറപ്പാണ്. അത് 11 മണിയോടുകൂടി തന്നെ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ശിക്ഷ വിധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മക്കളുടെയും മാതാവിന്റെയും മുന്നിൽ വെച്ചാണ്, അത് റീനയുടെ മാതാവും ഒപ്പം മക്കൾ 10ഉം 11ഉം വയസ്സുള്ള മക്കളുടെയും മുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം മനോജ് നടത്തുന്നത്. സംശയത്തിന്റെ പേരിലുള്ള കൊലപാതകമാണ് നടത്തിയത്. തൊട്ടടുത്തൊരു പാൽ സൊസൈറ്റി ജോലിക്ക് വരുന്നു റീന. ആ പാൽ സൊസൈറ്റി പോകുന്ന സമയത്ത് പല ആളുകളുമായി ചില ബന്ധമുണ്ടെന്നുള്ള ആരോപിച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. നിരന്തരം രാത്രികാലങ്ങളും പകലിനുമൊക്കെ റീനയെ മർദ്ദിക്കുന്ന പതിവായിരുന്നു. എന്തായാലും ഈ കേസിൽ നിർണായകമായ സാക്ഷികൾ എന്ന് പറയുന്നത് കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് അന്ന് 10 വയസ്സും 11 വയസ്സുമാണ്. ഇന്ന് 11 വർഷത്തിന് ശേഷം ഇന്ന് കേസ് കോടതിയിലെത്തുമ്പോൾ തന്നെ പ്രതി കുറ്റക്കാരനാണ് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷ ഇതിൽ 11 മണിയോടുകൂടി വിധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് 2014 നടന്ന കൊലപാതകത്തിലാണിപ്പോൾ കോടതി ഇന്ന് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത അന്വേഷണ സംഘം 35 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയെന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. എന്നാൽ ഇക്കാര്യം പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ കേസിൽ വളരെ നിർണായകമായ ഒരു ഭാഗമായിരുന്നു. ശ്രീധുവിനെ കസ്റ്റഡിയിലെടുത്തത് ഉൾപ്പെടെ ആ തരം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള റോൾ എന്താണ്? എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് ഇങ്ങനെ ഒരാൾ കടന്നു വരുന്നത് ഇപ്പോൾ? ശ്രീജ, ബാലരാമപുരത്ത് 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന് പണം നൽകിയെന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. കുട്ടിയുടെ പിതാവ് ശ്രീജിത്തിന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. എന്നാൽ ശ്രീധുവിന്റെ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. കാരണം നേരത്തെ ഈ തുക നൽകിയത് 35 ലക്ഷം രൂപ താൻ നൽകിയത് ശംഖുമുഖം ദേവിദാസൻ എന്ന ജോൾസിനായിരുന്നു എന്ന ഒരു മൊഴിയാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു മൊഴി നൽകിയതിന് പിന്നിലെ കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീജിത്തിന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരുപക്ഷെ ശ്രീജിത്തിനെ കൊടുക്കാൻ വേണ്ടി ആ വീടുമായി അടുപ്പിക്കാതിരുന്ന ശ്രീജിത്താണ് ശ്രീധുവിന്റെ അച്ഛന്റെ മരണശേഷം അതിൻ്റെ 16 അടിയന്തര ചടങ്ങ് നടക്കുന്ന ദിവസത്തിൻ്റെ തലേന്നാണ് ഭർത്താവിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. ഈ കുട്ടിയുടെ കൊലപാതകം, അതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ ചുമലിൽ കെട്ടിവെക്കുക എന്നൊരു ലക്ഷ്യം ശ്രീധുവിന് ഉണ്ടായിരുന്നുവെന്ന് കരുതുന്നു. എന്നാൽ ഈ പോലീസുകാരൻ്റെ ഇടപെടൽ വഴി ഈ സത്യസന്ധത പുറത്തു വന്നു. അല്ലെങ്കിൽ ഭർത്താവിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അതിൻ്റെ വൈരാഗ്യത്തിലാകുമോ ഇങ്ങനെ ഒരു പരാതി നൽകിയതെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അതല്ല, ഈ കുടുംബവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന് നേരത്തെ തന്നെ ഇവരുമായി അടുപ്പമുണ്ടായിരുന്നോ, ആ തുക കൈമാറിയത് ശരിയാണോ, അത്തരത്തിലുള്ള ഒരു മൊഴി കൃത്യമാണോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. ശ്രീധു പക്ഷേ മൊഴി മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ മുഖവിലേക്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എങ്കിൽ തന്നെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു മൊഴിയായതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കൂടി, ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നു. അത് ഈ കുടുംബവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒളിവിലാണ്. ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ശ്രീജ. വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആലപ്പുഴ ചേർത്തലയിൽ മരിച്ച സിജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാവും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുക. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ശരണ്യ, കുറേയേറെ ദിവസങ്ങളിൽ ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് സിജിയുടെ മരണമുണ്ടാകുന്നത്. ഇപ്പോൾ മകളുടെ ആരോപണത്തിന്മേൽ ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, 1 മാസത്തോളം തലയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ കിടന്ന സിജി കഴിഞ്ഞ 9-ാം തീയതിയാണ് മരണപ്പെടുന്നത്. അതിനുശേഷം ഇന്നലെ മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിർണായകമായ ഒരു മൊഴിയാണ് മകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് അച്ഛൻ അമ്മയെ തലയ്ക്ക് മുടിക്ക് കുത്തിപ്പിടിച്ച് തല ഭിത്തിയിലിട്ട് ഇടിപ്പിച്ച ശേഷം അത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് ശേഷം വീടിന്റെ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് അമ്മയെ എടുത്തെറിയുകയായിരുന്നു എന്നാണ് ആ കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സോണിയെ കസ്റ്റഡിയിലെടുക്കുകയും 3 ദിവസത്തിന് ശേഷം ഇന്നലെ ചേർത്തലയിലെ മുട്ടംപള്ളിയിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ഇന്ന് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്.
ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സജിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനകത്ത് ഈ ചികിത്സയിലായിരുന്നത് കൊണ്ട് തന്നെ സജി മരണപ്പെട്ട ഘട്ടത്തിൽ ആ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നില്ല. കാരണം 1 മാസക്കാലമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ അബോധാവസ്ഥയിലായിരുന്നു സജി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയിരുന്നില്ല. ഇന്ന് ഈ സജിയുടെ കുഴിയാഴ്ച ഉൾപ്പെടെ നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ ഭർത്താവായ സോണി ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി ഇയാൾ കസ്റ്റഡിയിലാവുകയും ഇന്നലെ ചേർത്തല പോലീസ് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായും ഈ സജിക്കേറ്റ പരിക്കുകളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മൃതദേഹം, ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമായി മരണപ്പെട്ടത് ഞായറാഴ്ചയാണ്. ജീർണാവസ്ഥയിൽ ആയിട്ടുണ്ട് എന്നെങ്കിൽ പോലും അധിക ദിവസം പഴക്കമില്ലാത്തതുകൊണ്ട് മറ്റു പരിക്കുകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ്, ഈ കുട്ടി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിക്കുകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമ്മ ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന 19-കാരിയായ മകളുടെ മൊഴി തന്നെയാണ്. അമ്മ ക്രൂരമായ മർദ്ദനത്തിന് അച്ഛന്റെ ഭാഗത്തു നിന്ന് ഇരയായിരുന്നുവെന്നും തല ഭിത്തിയിലേക്ക് ഇടിപ്പിച്ച ശേഷം അബോധാവസ്ഥയിലേക്ക് പോയ ഇവരെ പിന്നീട് 1ാം നിലയിൽ നിന്ന് താഴത്തേക്ക് എറിയുകയായിരുന്നുവെന്നും ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം ഈ ഒരു കത്തിയുമായി ഈ മകളെയും വീടിന്റെ പുറത്ത് ഇട്ട് ഓടിക്കുകയും ചെയ്തു. 1.5 മണിക്കൂറിനോളം ശേഷമാണ് അമ്മയെ ആശുപത്രി, അതായത് രക്തമാർന്ന് കിടന്ന അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതും എന്നുള്ള വിവരവും ഒക്കെയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മകൾ മിഷ്മ ഉള്ളത് അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അമ്മയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ കേസിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ മൊഴിയാണ്. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കൂടി കണ്ടെത്താനാകുമോ എന്നാണ്, കേസിന് കൂടുതൽ ബലം നൽകാനായി കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. അതിനുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുക. നിലവിൽ സോണി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് സോണി ഉള്ളത്. ഈ മർഡർ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാവും തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. അതിക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ ഇന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ സിജിയുടെ മരണത്തിൽ മകളുടെ നിർണായകമായ ഒരു മൊഴി വരുന്നത്. ആ മൊഴി സാധൂകരിക്കണമെങ്കിൽ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു വാർത്തകളിലേക്ക്. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ കൂടുതൽ നടപടികളുമായി പോലീസ്. ഇന്ന് ജോളിയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ ജോളിയുടെയും കുടുംബത്തിന്റെയും ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ വരുന്നുണ്ട്. ഒപ്പം വളരെ നിർണായകമായ, ഒരുപക്ഷെ മരണമൊഴി പോലെ കണക്കാക്കാവുന്ന ജോളിയുടെ കത്തുണ്ട്. ബന്ധുക്കളുടെ അവർക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, വോയിസ് നോട്ട് അടക്കമുണ്ട്. ഇതൊക്കെ വെച്ച് ഈ കേസ് ഏത് തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്? ശ്രീജ, ജോളിയുടെ മരണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. കേന്ദ്ര ചെറുകിട മന്ത്രാലയമാണ്, വ്യവസായ മന്ത്രാലയമാണ് ഈ ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഈ സമിതി ഉടൻ തന്നെ ഈ ബന്ധുക്കളുടെ മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം ജോളിയുടെ മക്കളുടെയും പിന്നെ അടുത്ത ബന്ധുക്കളുടെയും മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. ഇവരിപ്പോഴും ഈ ജോളിയുടെ മരണം അത് മാനസിക സമ്മർദ്ദം കൊണ്ടാണ്, അല്ലെങ്കിൽ ജോളിയുടെ മുൻപുള്ള ഉദ്യോഗസ്ഥർ, അതായത് ചെയർമാൻ അടക്കമുള്ളവർ, അല്ല പേരെടുത്ത് പറയുന്നില്ല, മേലുദ്യോഗസ്ഥരുടെ അഴിമതി അത് ചൂണ്ടിക്കാട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ജോളി ആ സ്ഥാപനത്തിൽ നേരിട്ടു എന്നതിന്റെ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് കുടുംബം ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പോലീസിനടക്കം ഉടനെ പരാതി നൽകും. ഇന്നലെ ആയിരുന്നു ജോളിയുടെ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ പോലീസിനെയും പരാതിയുമായി സമീപിക്കുമെന്നാണ് കുടുംബം ഉറച്ചു പറയുന്നത്. ഒപ്പം ഈ ഒരു അന്വേഷണ സംഘം ആദ്യം ഈ കുടുംബത്തിന്റെ മൊഴിയെടുക്കും. അവരുടെ പക്കലുള്ള തെളിവുകളടക്കം, അതിൽ ജോളിയുടെ കത്ത്, ജോളി സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തടക്കം ഈ അന്വേഷണ കമ്മീഷന് നൽകുവാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഒപ്പം പോലീസിന് പരാതി നൽകും. ഇന്നലെയൊക്കെ ഈ കയർ ബോർഡിന്റെ ഓഫീസിലേക്ക് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ കയർ ബോർഡ് ചെയർമാൻ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ജോളിക്ക് ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമോ
ജോലിഭാരവും ഇവിടുന്ന് നൽകിയിട്ടില്ല. ഈ ട്രാൻസ്ഫർ ഓർഡർ വന്നതിന് ശേഷം, ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റം വന്നതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജോളി ഒരു കത്ത് നൽകി. മെഡിക്കൽ റിപ്പോർട്ട് അടക്കമാണ് നൽകിയത്. ഇതിനെ തുടർന്ന് ആ ഉത്തരവ് മരവിപ്പിക്കുകയും ചെയ്തു എന്നൊരു കാര്യമാണ് ചെയർമാൻ പറയുന്നത്. പക്ഷേ കുടുംബം നൽകിയ തെളിവുകളിൽ കൃത്യമായി അതിൻ്റെ തീയതികളടക്കം ഓഗസ്റ്റ് മാസത്തിൽ, അത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ് ജോളിക്ക് ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റം വരുന്നത്. അതിന് രണ്ട് മാസം ഇപ്പുറം തന്നെ ജോളി കൃത്യമായി തൻ്റെ ആരോഗ്യ സ്ഥിതി വിവരിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിരുന്നു. പക്ഷേ ഈ ബോർഡായിക്കോട്ടെ ഈ ട്രാൻസ്ഫർ ഓർഡർ അത് മരവിപ്പിച്ചത് ഈ ജോളി ആശുപത്രിയിൽ കിടക്കുന്നതിനും 2 ദിവസം മുമ്പ് മാത്രം. അതായത് 31-ാം തീയതി ജോളി ആശുപത്രിയിലേക്ക് എത്തുന്നു. മരിക്കുന്നതിന് മുൻപ് 10-ാം തീയതിയാണ് ജോളി മരിക്കുന്നത്. 3-ാം തീയതിയാണ് ഇവരുടെ സ്ഥലം മാറ്റം റദ്ദാക്കിക്കൊണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നത്. അത്രയേറെ കാലതാമസം ഈ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് ആ തെളിവുകളിൽ നിന്നും വ്യക്തമാണ്. ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാൽ പോലും ജോളി എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു എന്ന് കുടുംബവും ജോളിയുടെ കത്തിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണവുമായി 3-അംഗ സമിതി, കേന്ദ്ര സർക്കാർ നിയോഗിച്ച 3-അംഗ സമിതി ജോളിയുടെ കുടുംബത്തെ ഉടനെ തന്നെ സന്ദർശിക്കും. തെളിവുകളും ഈ മൊഴികളും ഒക്കെ ശേഖരിച്ച ശേഷമായിരിക്കും ബോർഡിന്റെ വിശദീകരണം, ബോർഡിലെ അംഗങ്ങളെയും ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം പോലീസിനും പരാതി നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഒരിക്കൽ കൂടി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ളൊരു കത്തെഴുതുവാനും കുടുംബം തീരുമാനിക്കുന്നുണ്ട്. ശ്രീജ. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. നവമി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ പാതിവില തട്ടിപ്പിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അനന്തു കൃഷ്ണനെതിരെ ബഡ്സ് ആക്ട് ചുമത്താൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു എന്നതാണ്. ഈ 2 വർഷത്തിനിടെ അനന്തു വാങ്ങിയ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമുണ്ടെന്ന് അറിയുന്നു. ഇപ്പോൾ അനന്തുവിൻ്റെ പേരിൽ ഏതൊക്കെ സ്വത്തുക്കളാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ നിക്ഷേപമുണ്ട് എന്നതിലേക്ക് ക്രൈംബ്രാഞ്ചിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? ഈ ബഡ്സ് ആക്ട് വരുമ്പോൾ ഇങ്ങനെ അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്നവരിൽ നിന്ന് അത് കണ്ടുകെട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ഇത്രയേറെ വലിയൊരു തട്ടിപ്പ് നടത്തിയതിൻ്റെ പക്ഷെ ആകെ കയ്യിൽ ഉള്ളത് 3 കോടിയാണെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാനുള്ള എന്ത് വഴികളാണ് ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്? ശ്രീജ, ആദ്യപടി എന്നോണം ബഡ്സ് ആക്ട് ചുമത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്, ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനന്തു കൃഷ്ണൻ ആളുകളിൽ നിന്നും തട്ടിയെടുത്ത പണം അത് ഏതൊക്കെ രീതിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വാങ്ങിക്കൂട്ടിയ സ്വത്തുവകകൾ, ഭൂമി ആയിക്കോട്ടെ, ആ രീതിയിൽ ബാങ്കിലുണ്ട അക്കൗണ്ടുകൾ, ഇതെല്ലാം കണ്ടുകെട്ടുക എന്നുള്ളൊരു നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. പക്ഷെ അനന്തു എവിടേക്കാണ് സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതിലെന്ന് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ക്രൈംബ്രാഞ്ചിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിരവധി സ്വത്തുക്കൾ അത് ബിനാമിയുടെ പേരുകളിലൊക്കെ അനന്തു വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. അങ്ങനെയാണെങ്കിൽ അനന്തുവുമായി ചേർന്ന് നിൽക്കുന്നവരെ ഉടനെ തന്നെ ചോദ്യം ചെയ്യും. ഈ ചോദ്യം ചെയ്യലുകൾക്കൊടുവിലായിരിക്കും അനന്തുവുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ, ബാക്കിയുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഇതെല്ലാം അന്വേഷണ സംഘം കണ്ടുകെട്ടുക. എന്തായാലും 2 വർഷം കൊണ്ട് അനന്തു വാങ്ങിക്കൂട്ടിയ സ്വത്തുവകകൾ കണ്ടെത്തുവാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചു വരികയാണ്. എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഏതിലൊക്കെയാണ് പണം നിക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ പേരുകളിൽ അനന്തു പണം നിക്ഷേപിച്ചിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷണ സംഘം കണ്ടെത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുന്നത് ഈ ആളുകളുടെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഏകദേശം 1000 കടന്നു ഈ പരാതി നൽകിയവരുടെ എണ്ണം. ഈ 1000 പേരെയും അവരെയൊക്കെ പരാതി സ്വീകരിച്ച് ഇവരുടെ മൊഴിയെടുക്കുക എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അത് ഏത് രീതിയിലായിരിക്കും അതിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇവർ കിട്ടാത്തവരുടെ, ഈ തട്ടിപ്പിനിരയായവരുടെ വിശദമായ മൊഴിയെടുക്കണം. അവരെത്ര രൂപ നൽകി എന്നതിൻ്റെ ഒക്കെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കണം. മറ്റൊന്ന്, ഈ നേതാക്കന്മാരുടെ, ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇവരെ തൽക്കാലം ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു നിഗമനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. കാരണം ഇവരൊരു നിലക്കാരായി മാത്രമാണ് പ്രവർത്തിച്ചത്, ഇവർക്ക് തട്ടിപ്പുമായി നേരിട്ട് പങ്കില്ല എന്നാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്ന നിലപാട്. അങ്ങനെയാണെങ്കിൽ അവരെ ഉടനെ ചോദ്യം ചെയ്യില്ല. അനന്തു കൃഷ്ണനെ ആദ്യം ഈ സ്വത്തുവകകൾ കണ്ടെത്തി മൊഴിയെടുക്കുന്ന ആളുകളുടെ പട്ടിക തയ്യാറാക്കി
അതിനുശേഷം മാത്രമായിരിക്കും അന്വേഷണ സംഘം ഈ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പാതിവില തട്ടിപ്പിൽ സായിഗ്രാം ചെയർമാൻ കെ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിക്ക് മുന്നിലെത്തുകയാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയുമായി ആനന്ദകുമാർ കോടതിയെ സമീപിച്ചത്. പാതിവില തട്ടിപ്പിൽ മുഴുവൻ സാമ്പത്തിക ഇടപാടും നടത്തിയത് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലൂടെയാണെന്നും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം അനന്തു കൃഷ്ണനാണെന്നുമാണ് ആനന്ദകുമാറിന്റെ വാദം. നമ്മളെയൊക്കെ വലിയ ആശങ്കയിലാക്കിയ ഒരു വീഴ്ചയായിരുന്നു ഉമാ തോമസ് MLA-യുടേത്. ആ വീഴ്ച കണ്ടവരൊക്കെ ശരിക്കും ഭയന്നു പോയിരുന്നു. ഇന്ന് 44 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം MLA വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. നവമി തന്നെ വിവരങ്ങൾ നൽകും. നവമി, അന്ന് ആ ദൃശ്യങ്ങൾ കണ്ട ആരും സമാധാനത്തോടെ ആ ദൃശ്യങ്ങൾ കണ്ടു കാണില്ല. കാരണം അത്രയേറെ ഒരു വലിയ വീഴ്ചയായിരുന്നു, അത്ര വലിയൊരു വീഴ്ചയായിരുന്നു. പക്ഷേ ആ ഒരു ദൃഢനിശ്ചയവും അല്ലെങ്കിൽ അവരുടെ പുഞ്ചിരിക്കുന്ന മുഖവും ഒക്കെയായി അവർ തിരിച്ച് മടങ്ങി എത്തുമ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്? ശ്രീജി പറഞ്ഞത് കൃത്യമാണ്. ഈ ഉമാ തോമസിന്റെ ആ ദൃശ്യങ്ങൾ അതിപ്പോഴും നമുക്കത് കാണാൻ കഴിയില്ല. അത്രയേറെ നമ്മളേറെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. ഉമാ തോമസിന്റെ തിരിച്ചുവരവിന് കേരളം മുഴുവൻ കാത്തിരുന്നതാണ്, പ്രാർത്ഥിച്ചതാണ്. എന്തായാലും ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം കണ്ടു. 46 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉമാ തോമസ് വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കുറിപ്പ് ഇടുകയും ചെയ്തു. അതിൽ പറയുന്നത് 46 ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം നാളെ റിനി മെഡിസിറ്റി ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ശുശ്രൂഷിച്ചവർക്ക്, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ്. ഒപ്പം ഈ ഡോക്ടർ നിർദ്ദേശിച്ച സംബന്ധിച്ച് കുറച്ചുകൂടി ദിവസങ്ങളിൽ ഒരു ആരോഗ്യസ്ഥിതി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സന്ദർശകരെ ഒന്നും തന്നെ വീട്ടിൽ അനുവദിക്കില്ല. കുറച്ച് ദിവസത്തെ ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ട് തിരിച്ചു വരുമെന്നൊക്കെയാണ് ഉമാ തോമസ് പറയുന്നത്. എന്തായാലും അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ആശുപത്രിയിലേക്ക് അന്ന് ആ വീഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉമാ തോമസ്. തലയ്ക്കൊക്കെ മാരകമായി പരിക്കേറ്റിരുന്നു. 2 ദിവസത്തോളം ഉമാ തോമസ് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് പതുക്കെ മരുന്നിനോട് പ്രതികരിക്കുകയും ബാക്കി കുടുംബാംഗങ്ങളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ ഉമാ തോമസ് എത്തിയത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ഉമാ തോമസ് വീട്ടിലേക്ക് മടങ്ങുക. ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ ഉമാ തോമസ് ഇതിൽ വിശദമായ ഒരു കുറിപ്പിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്തോഷത്തോടെ കൂടി തന്നെ, ആരോഗ്യത്തോടു കൂടി തന്നെ ഉമാ തോമസ് വീണ്ടും ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ സജീവമാകട്ടെ. വാർത്തകളിലേക്ക് വീണ്ടും. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ആതിഥ്യ മന്ദിരമായ ബ്ലെയർ ഹൌസിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായും മോദി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി ചേർന്നു. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ ഞങ്ങളൊക്കെ ഇന്നത്തെ പകൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 2ാം ടേമിൽ അധികാരത്തിലെത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് കാണുന്ന 4ാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ് നരേന്ദ്രമോദി. ഇവർ തമ്മിൽ വളരെ വലിയ സൗഹൃദമുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ 2ാമത്തെ ടേമിൽ അദ്ദേഹം വന്നതിന് ശേഷം, ട്രംപ് വന്നതിന് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒന്നും ഇന്ത്യക്ക് അത്ര അനുകൂലമല്ല. അതിപ്പോൾ താരിഫിൻ്റെ കാര്യത്തിലായാലും കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന കാര്യത്തിലായാലും ഒക്കെ. ആ സാഹചര്യത്തിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവെ എങ്ങനെയാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹം ഈ കൂടിക്കാഴ്ചയൊക്കെ നോക്കിക്കാണുന്നത്? തീർച്ചയായും എല്ലാവർക്കും നമസ്കാരം. വാം ഗുഡ് മോർണിംഗ് ഫ്രം അമേരിക്ക.
തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഇന്ത്യൻ അമേരിക്കൻ ജനതയും ഇന്ത്യയിലുള്ളവരും ഇവരുള്ളവരും ഒരുപോലെ ആകാംക്ഷയോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നോക്കിക്കാണുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഈസ്റ്റേൺ ടൈം ഇവിടെയുള്ള ആൻഡേഴ്സ് എയർബേസിലാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്നിറങ്ങിയത്. എയർപോർട്ടിലും പിന്നെ അദ്ദേഹം താമസിക്കുന്ന ബ്ലെയർ ഹൗസിലും ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇന്ത്യൻ മലയാളികൾ അദ്ദേഹത്തിന് കൊടുത്തത്. ആദ്യത്തെ മീറ്റിംഗ് അദ്ദേഹം തുളസി ഗബാർഡുമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്തത് എന്നറിയാൻ കഴിയുന്നത്. തുളസി ഗബാർഡ് ഒരു ഇന്ത്യൻ അമേരിക്കൻ പൊളിറ്റീഷ്യനാണ്. അതോടൊപ്പം തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ഇതുമായിരുന്നു. ഒരു നേരത്തെ ഡെമോക്രാറ്റ് ആയിരുന്നു, ഇപ്പൊ റിപ്പബ്ലിക്കനായി ഈ ഇലക്ഷനിൽ മാറി വന്ന ഒരാളാണ്. തുളസി ഗബാർഡ് ഇപ്പോഴത്തെ അമേരിക്കയിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാണ് എന്നതൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം എടുത്തു പറയാനുള്ളത് ട്രംപും നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ട്രംപും അതോടൊപ്പം മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നാളെ വൈകുന്നേരമാണ്. അതായത് ഇവിടത്തെ ഇതിൽ പറയുകയാണെങ്കിൽ ഫെബ്രുവരി 13 വൈകുന്നേരം 4 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കും മറ്റ് ബിസിനസ്സുകാരുമായിട്ടുള്ള മീറ്റിങ്ങുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു മീറ്റിംഗ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിനു മുമ്പ് അമേരിക്കയെ പറ്റി പ്രൈം മിനിസ്റ്റർ മോദിയെ പറ്റി ട്രംപ് പറഞ്ഞിരുന്നത് വളരെ നൈസായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്രൈം മിനിസ്റ്റർ മോദി എപ്പോഴും പറയുമായിരുന്നു മൈ ഡിയർ ഫ്രണ്ട് എന്നും പറയുമായിരുന്നു. എന്നാൽ പോളിസിയുടെ കാര്യത്തിൽ ട്രംപ് പലപ്പോഴും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ ട്രാഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പലതവണ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇന്ത്യ ഈസ് എ ട്രേഡ് അബ്യൂസർ ബട്ട് മോദി ഈസ് മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഇവിടുത്തെ ഇമിഗ്രേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞ വർഷവും അതിലെ കഴിഞ്ഞ തവണ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയൊക്കെ വളരെയധികം വ്യത്യസ്തത വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. 4 ലെറ്ററിൽ നമുക്ക് ഇത് സംഹരിക്കാൻ പറ്റും ഈ ഒരു കൂടിക്കാഴ്ച. എല്ലാവരും ഉറ്റുനോക്കുന്നത് TDTI, T for tariff, D for defense, and then T for technology and I for immigration. അപ്പം ഈ ടാരിഫും ഡിഫൻസും ടെക്നോളജിയും ഇമിഗ്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ അധിഷ്ഠിതമായിരിക്കും ട്രംപ് മോദി കൂടിക്കാഴ്ച എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള നല്ലൊരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് അത് ഓരോ വർഷവും കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 24 കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 129 ബില്യൺ ട്രേഡാണ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ളത്. അതിൽ ഇന്ത്യക്ക് അഭിമാനപ്പെടാം, കാരണം 48 ബില്യൺ സർപ്ലസ് ആണ് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പം. അത് തന്നെയാണ് ഇത്തവണ ഒരു ലാഗ് ആയിട്ട് ഇവരുടെ ഡിസ്കഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി. കാരണം ട്രംപ് എയിം ചെയ്യുന്നത് ഏതൊക്കെ രാജ്യവുമായിട്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് അവർക്കൊക്കെ ടാരിഫ് അവരൊക്കെ എങ്ങനെ അമേരിക്കയെ ട്രീറ്റ് ചെയ്യുന്നോ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ തിരിച്ച് ടാരിഫ് കൊണ്ടുവരണം എന്നുള്ളൊരു പോളിസിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാരിഫിന്റെ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ചർച്ചകൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും എന്നുള്ളത് വളരെയധികം ആകാംക്ഷ നൽകുന്ന ഒരു പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇമിഗ്രേഷൻ ആണ്. ഇമിഗ്രേഷൻ വളരെയധികം സങ്കീർണമായിട്ടാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമിഗ്രേഷന്റെ കാര്യത്തിൽ പല രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ഒരു ഫൈറ്റ് നടത്തിയിരുന്നു. കൊളംബിയയുമായിട്ടും ബ്രസീലുമായിട്ടും കാനഡയുമായിട്ടും. അവരൊക്കെ അമേരിക്കയുടെ അയൽവക്ക ദേശങ്ങളാണ്. എന്നാൽ പോലും ട്രംപ് വളരെയധികം ഇത് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തു. എന്നാൽ ഒരു പരിധി വരെ കൊളംബിയ ഗവൺമെന്റ് ഒക്കെ അതിനെ ഡീൽ ചെയ്തു നല്ല രീതിയിൽ. അതോടൊപ്പം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് അതൊരു കോൺട്രവേഴ്സിയിൽ ചെന്ന് വീഴുകയും ചെയ്തു. അപ്പം ആ ഒരു സബ്ജക്ട് എന്തുമാത്രം ഈ ചർച്ചകളിൽ വരും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒരു പ്രതീക്ഷയുള്ളത് ചിലപ്പം ഈ പറഞ്ഞ ട്രേഡിന്റെയും ടാരിഫിന്റെയും ഡിഫൻസ് ടെക്നോളജിയുടെ ഒക്കെ കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മേ ബി ഈ ഒരു ഇമിഗ്രേഷൻ കാര്യം അണ്ടർപ്ലേ ചെയ്യുമോ എന്നുള്ളൊരു സംശയവും മീഡിയ വൃത്തങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയാനുള്ളത് വെസ്റ്റേൺ മീഡിയയെ ഈ ഒരു വിസിറ്റിന് ഇന്ന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയുമായിട്ട്, അതായത് ട്രംപും പുടിനുമായിട്ട് ഏകദേശം 90 മിനിറ്റോളം സംസാരിച്ചു. അതുകൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് ഒരു വിരാമം അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ തുടങ്ങാൻ പോവുകയാണെന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടുന്നത് കൊണ്ട് വെസ്റ്റേൺ മീഡിയ കൂടുതലും അതാണ് കവർ ചെയ്യുന്നത്. മോസ്റ്റ് ലൈക്ലി അത് മാറി നാളെ വരുമ്പോഴത്തേക്കും ട്രംപ് മോദി അതിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഡോക്ടർ സജിമോൻ, ഇതുപോലെ ഇലോൺ മസ്കുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. AI സമ്മിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രാൻസിൽ നിന്ന് അങ്ങോട്ട് പോയത്. ആ സമ്മിറ്റിൽ കോ ചെയർ ചെയ്തതിന് ശേഷം അങ്ങോട്ടുള്ള വരവാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഈ പൊതുവെ ടെക്നോളജി സെക്ടറിൽ ഇന്ത്യ നൽകുന്ന ഒരു സംഭാവനയുണ്ടല്ലോ, അതൊക്കെ പരിഗണിച്ച് ആ തരത്തിലൊരു കൂടിക്കാഴ്ചയെ പറ്റി എന്തെങ്കിലും ചർച്ചകൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
ഇപ്പോൾ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇലോൺ മസ്കും ട്രംപുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. സമയം ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്കെഡ്യൂൾ നമ്മുടെ ഇല്ല. എന്നാൽ മീഡിയ വൃത്തങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ മസ്കും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വിശേഷം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പം AI മീൻസ് അമേരിക്ക ഇന്ത്യ എന്നാണ് പറഞ്ഞത്. AI മീൻസ് അമേരിക്ക ഇന്ത്യ, നോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് പ്രൈം മിനിസ്റ്റർ മോദി അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആ ട്രേഡ് ബന്ധങ്ങൾ എന്തുമാത്രം സോളിഡ് ആണ്, എന്തുമാത്രം ഊഷ്മളമാണ് എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്പീച്ചിൽ അദ്ദേഹം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം AI മീൻസ് മസ്ക് ആണ്. അപ്പം മസ്കുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഏത് തലത്തിലേക്ക് പോകും, അല്ലെ ഏത് തലത്തിലേക്ക് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയോടെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ സജിമോൻ, ഇന്നത്തെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ്? ഇപ്പം ഏതൊക്കെ സമയത്താണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്? ഇപ്പം മോദി ട്രംപ് കൂടിക്കാഴ്ചയൊക്കെ ഏത് സമയത്താണ്? ഒരു ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ ഏത് സമയത്തായിരിക്കും? ഞങ്ങൾ എപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയോടെ അങ്ങോട്ട് നോക്കേണ്ടതെന്ന് അറിയാനാണ്. ഇപ്പോൾ ഇവിടെ 9:23 ഈസ്റ്റേൺ ടൈമാണ്, PM ആണ്, നൈറ്റ് ടൈമാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം ഉറങ്ങാൻ പോകുന്നത് ബ്ലെയർ ഹൗസ് ആണ്. ബ്ലെയർ ഹൗസിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. 1942 ശേഷം അമേരിക്കയിലെ വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ലീഡേഴ്സിനുള്ള ഹോം അവേ ഫ്രം ഹോം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതൊരു 70,000 ചതുരശ്ര അടിയുള്ള വലിയൊരു ഒരു ബംഗ്ലാവാണ്, ഒരു ഇതാണ്. അത് വൈറ്റ് ഹൗസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആതിഥേയ വീടാണ് അത് പറയാൻ പറ്റും നമുക്ക്. നാളത്തെ ചർച്ച പ്രൈം മിനിസ്റ്റർ മോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. 4 മണി 4 PM ഈസ്റ്റേൺ ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവിടെ വെളുപ്പിന് 5:30 ആയിരിക്കുമെന്ന് എനിക്ക് 5:30 ആണെന്ന് എനിക്ക് തോന്നുക. ഏകദേശം 12 മണിക്കൂറത്തെ ടൈം ഡിഫറൻസ് ആണ് ഇപ്പം നമ്മൾ തമ്മിലുള്ളത്. അതുകൊണ്ടിട്ട് അപ്പം നാളെ വൈകുന്നേരം നമ്മൾ, അതായത് ഞാൻ ഇവിടുത്തെ സമയം പറയുന്നത്, നാളെ വൈകുന്നേരം ഞാൻ ഇവിടെ ഇരിക്കും. അതായത് മോർണിംഗിൽ നിങ്ങളുടെ സമയത്ത് സംസാരിക്കുമ്പം പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞുള്ള സമയമാണ് ആ സമയത്ത്. അപ്പൊ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസും മറ്റന്നാൾ നമ്മൾ ഏതാണ്ട് ഈ സമയത്ത് സംസാരിക്കുമ്പോഴേക്കും ഏത് രീതിയിലാണ് ചർച്ചകൾ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. മറ്റന്നാൾ രാവിലെ അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നാളെ എന്തായാലും ഇന്ത്യൻ ഡയസ്പോറ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദിയെ കാണാനും അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ആ തരത്തിൽ നമുക്ക് അവിടെ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഡോക്ടർ സജിമോൻ, താങ്ക് യു സോ മച്ച്. അവിടത്തേക്ക് ഒരു ഗുഡ് നൈറ്റ്. താങ്ക് യു. ശരി, അപ്പോൾ നമുക്കിനി മറ്റ് വാർത്തകളിലേക്ക് പോകാം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന കേസ് ഇന്ന് റിയാദ് കോടതി പരിഗണിക്കും. ഇത് 8ാം തവണയാണ് കേസ് പരിഗണിക്കുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. ദിയാധനമായ 36 കോടി രൂപ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് കൈമാറിയിരുന്നു. മോചനം ഇനിയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. ഒരിടവേള കൂടി. രാവിലെ തുടരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇന്ന് ഇത് സംഭവിക്കും. രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ UDF ഹർത്താൽ തുടരുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ ഹർത്താലിനെ തുടർന്ന് വാഹനങ്ങൾ തടഞ്ഞ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പുതിയ ആദായ നികുതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ആകെ 23 അധ്യായങ്ങളാണുള്ളത്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് വിജ്ഞാപനം ഇറക്കുന്നതോടെ പുതിയ ബിൽ പ്രാബല്യത്തിൽ വരും. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചെന്ന ആരോപണം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. റൂൾ 50 നോട്ടീസായി വിഷയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും വ്യാവസായിക അടിസ്ഥാന സൗകര്യ ഭേദഗതി ബില്ലും സഭ ചർച്ച ചെയ്യും. ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും. പാതിവില തട്ടിപ്പിൽ സായിഗ്രാം ചെയർമാൻ KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ജാമ്യാപേക്ഷയുമായി ആനന്ദകുമാർ കോടതിയിലെത്തി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കേരള
വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഹർജിയിൽ ഹൈക്കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകും. പത്തനംതിട്ട റീന കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. കേസിൽ ഭർത്താവ് മനോജ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മനോജിനെതിരെ കൊലപാതകം, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. ആലപ്പുഴ ചേർത്തലയിൽ മരിച്ച സജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കും. ഉമാ തോമസ് MLA ഇന്ന് ആശുപത്രി വിടും. 46 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് MLA വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്ന് വൈകിട്ട് കൊച്ചി റെനി മെഡിസിറ്റിയിലെ ഡോക്ടർമാർക്കൊപ്പം MLA മാധ്യമങ്ങളെ കാണും. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടി ഹർഷിന ഇന്ന് സത്യാഗ്രഹം ഇരിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കോഴിക്കോട് കിഡ്സൺ കോർണറിലാണ് സത്യാഗ്രഹം. കെ മുരളീധരൻ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും. ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കലിൽ ആദ്യ യോഗം ഇന്ന്. കളക്ടറുടെ ചേംബറിൽ രാവിലെ 12 മണിക്കാണ് യോഗം. താമസക്കാരെ ഒഴിപ്പിക്കൽ, ഫ്ളാറ്റ് പൊളിച്ചു നീക്കൽ, പുനർനിർമ്മാണം, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനക്കേസ് ഇന്ന് റിയാദ് കോടതി വീണ്ടും പരിഗണിക്കും. കേസ് പരിഗണിക്കുന്നത് 8ാം തവണയാണ്. പ്രതീക്ഷയോടെ റഹീമിന്റെ കുടുംബം. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ BJPക്ക് ഇനിയുമായിട്ടില്ല. ഇതോടെ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് സാധ്യതയേറി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഗവർണർ അജയ് കുമാർ ഭല്ല പരിശോധിച്ചു വരികയാണ്. പുതിയ ആദായ നികുതി ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. ആകെ 23 അധ്യായങ്ങളാണ് ഈ ബില്ലിലുള്ളത്. 622 പേജുകളുണ്ട്. 536 വകുപ്പുകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ നിയമങ്ങൾ ലളിതവും സമഗ്രവുമാക്കുന്നതാവും പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025. പുതിയ നിയമം 2026 ഏപ്രിൽ 1 മുതൽ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബിൽ പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിട്ടേക്കും. സാമ്പത്തിക വർഷം ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കുന്ന രീതി തുടരും. ആദായ നികുതി റിട്ടേൺ ഫയലിംഗിന്റെ 139 വകുപ്പ് പുതിയ ബില്ലിൽ 115 BAC എന്നാവും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഗ്രാറ്റുവിറ്റി, ലീവ് എൻകാഷ്മെന്റ് തുടങ്ങി ശമ്പളത്തിൽ നിന്നുള്ള കിഴിവുകൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽ പരിഗണിച്ചിരുന്നത് ഏകീകരിച്ചു. അതിനാൽ TDS നടപടികൾ ഇനി എളുപ്പമാവും. വിർച്വൽ, ഡിജിറ്റൽ ആസ്തികൾ, ക്രിപ്റ്റോ ആസ്തികൾ എന്നിവയിൽ ബിൽ കൂടുതൽ വ്യക്തത വരുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള പ്ലാൻ ഫണ്ട് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. റൂൾ 50 നോട്ടീസായി വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം. സംസ്ഥാന വയോജന കമ്മീഷൻ ബില്ലും വ്യാവസായിക അടിസ്ഥാന സൗകര്യ ഭേദഗതി ബില്ലും സഭ ചർച്ച ചെയ്യും. ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും. കൊച്ചി വൈറ്റിലയിലെ ചന്ദർകുഞ്ച് ഫ്ളാറ്റ് പൊളിക്കലിൽ ഇന്ന് ആദ്യ യോഗം ചേരും. കളക്ടറുടെ ചേംബറിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. താമസക്കാരെ ഒഴിപ്പിക്കൽ, ഫ്ളാറ്റ് പൊളിച്ചു നീക്കൽ, പുനർനിർമ്മാണം, സുരക്ഷ എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ചന്ദർകുഞ്ച് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് സ്ട്രക്ചറൽ എഞ്ചിനീയർ, തൃപ്പൂണിത്തുറ നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. വയനാട് പുൽപ്പള്ളിയിൽ യുവാവിനെ കുത്തിക്കൊന്നു. പുൽപ്പള്ളി സ്വദേശി റിയാസ് ആണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി പുൽപ്പള്ളി താഴെയങ്ങാടി ബീവറേജസിന് സമീപമായിരുന്നു സംഭവം. പ്രതികളായ രഞ്ജിത്തും അഖിലും ഒളിവിലാണ്. റിയാസിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ച ശേഷം കുത്തുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊല്ലം കുറ്റിച്ചിറയിൽ തടിമില്ലിൽ തീപിടുത്തം. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫർണിച്ചറും ഉപകരണങ്ങളും കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് എത്തി തീയണച്ചത്. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ ജനമിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം പ്ലാനറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഗവൺമെന്റ് ചീഫ് വിപ്പ്
എൻ ജയരാജൻ ചേർന്നാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള പുരസ്കാരം ഡീൻ കുര്യാക്കോസും മികച്ച നിയമസഭാ സാമാജികനുള്ള പുരസ്കാരം മോൻസ് ജോസഫും മികച്ച പൊതുപ്രവർത്തകനുള്ള പുരസ്കാരം എം വിജയകുമാറും ഏറ്റുവാങ്ങി. മികച്ച സമകാലിക റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരം ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡാൻ കുര്യനും ഏറ്റുവാങ്ങി. ഇന്ന് റേഡിയോ ഡേ ആണ്. വിനോദത്തിനും ആസ്വാദനത്തിനും ഒരു കാലത്ത് മലയാളിക്ക് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് റേഡിയോകളായിരുന്നു. ഈ ലോക റേഡിയോ ദിനത്തിൽ 5 പതിറ്റാണ്ടായി റേഡിയോയെ സ്നേഹിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താം. ചാവക്കാട് പുതിയറ സ്വദേശി സൈദാലിക്കുട്ടി. ഈ വീട്ടിൽ വിവിധ കമ്പനികളുടെ റേഡിയോകളുടെയും ടേപ്പ് റെക്കോർഡറുകളുടെയും ഒക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. വിനോദത്തിനും വിജ്ഞാനത്തിനും വാർത്തകൾ അറിയുന്നതിനും മലയാളി ആശ്രയിച്ചിരുന്ന ഏറ്റവും ശക്തമായ മാധ്യമമായിരുന്നു റേഡിയോകൾ. പിന്നീട് റേഡിയോകൾ ഉൾപ്പെടുന്ന ടേപ്പ് റെക്കോർഡുകൾ വിപണി കീഴടക്കി. ഓരോ വീട്ടിലും ഓരോ റേഡിയോ അക്കാലത്തുണ്ടായിരുന്നു. റേഡിയോകൾ ഇല്ലാത്ത ഏരിയകളിൽ പഞ്ചായത്ത് തന്നെ റേഡിയോ ഉച്ചഭാഷിണിയിലൂടെ കേൾപ്പിക്കുന്ന ഒരു സംവിധാനവും നിലനിന്നിരുന്നു. റേഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റേഡിയോ വിദേശത്ത് പോകുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ കൊണ്ടുവന്നിട്ടുണ്ടാവുക 543 നാഷണൽ പനാസോണിക് സെറ്റാണ്. ആ സെറ്റും ഞാൻ സൂക്ഷിക്കുകയാണ്. ആ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിലെ മാറി മാറി വരുന്ന എല്ലാ ടൈപ്പ് റെക്കോർഡ് റേഡിയോകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ആണ് എനിക്ക് ഏറ്റവും വലിയ കമ്പം. 5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും റേഡിയോയെ സ്നേഹിക്കുന്ന സൈദാലിക്കുട്ടി തനിക്ക് 10 വയസ്സുള്ളപ്പോൾ ബന്ധു വാങ്ങി തന്ന റേഡിയോ ഉൾപ്പെടെ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട്. അക്കാലത്ത് റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ലൈസൻസ് ഫീ അടച്ചുകൊണ്ടായിരുന്നു റേഡിയോ ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വാൽവ് റേഡിയോകളും പിന്നീട് അത് ട്രാൻസിസ്റ്ററിലേക്കും മാറി. അതോടെ ചെറിയ സോപ്പ് പെട്ടികൾ പോലുള്ള റേഡിയോകൾ വിപണിയിലിറങ്ങി. ഇതെല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ്. പുതിയ തലമുറയിൽ റേഡിയോ തിരിച്ചറിയാത്ത യുവതലമുറയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പുതിയ നവമാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം CD ആയിട്ടും ടേപ്പ് റെക്കോർഡിന് ശേഷം പിന്നെ USB മെമ്മറി കാർഡ് തുടങ്ങിയവ വന്നപ്പോൾ ഇതിൽ നിന്ന് പുതിയ തലമുറ പിന്മാറുന്നുണ്ടെന്ന് കുറേശ്ശെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ സന്ദർഭത്തിലും റേഡിയോയിലുള്ള കമ്പം ഞാൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആസ്വാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു. ടേപ്പ് റെക്കോർഡുകൾ CD-യിലേക്കും ടെലിവിഷനിലേക്കും ഒപ്പം ഫോണിലേക്കും മാറിയതോടെ റേഡിയോയെ പലരും മറന്നു. ന്യൂസ് 18 ഗുരുവായൂർ. ഇനി ജാഗ്രത. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത അന്വേഷണ സംഘം 35 ലക്ഷം രൂപ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറിയെന്ന കുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. എന്നാൽ ഇക്കാര്യം പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. വിവരങ്ങളുമായി വി വിനോദ്. വിനോദ്, ഈ കുട്ടി മരിച്ചതിന് പിന്നാലെ കുട്ടിയുടെ മരണത്തിന് പിന്നാലെ സാമ്പത്തിക ക്രമക്കേടുകളെ പറ്റി അല്ലെങ്കിൽ ഈ അമ്മയുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന് എന്താണ് ഇതുമായി ബന്ധം? ശ്രീജ, ഈ കുടുംബവുമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് കുട്ടിയുടെ അമ്മ. അതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. 35 ലക്ഷം രൂപ ഈ പോലീസുകാരന് കൈമാറിയെന്ന് ശ്രീതു പറയുന്നു. എന്നാൽ പോലീസ് പൂർണ്ണമായും ഈ മൊഴി മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം ഇതേ 35 ലക്ഷം രൂപ ജോൾസനായ ശംഖുമുഖം ദേവിദാസിന് കൊടുത്തുവെന്നായിരുന്നു ആദ്യത്തെ മൊഴി. മാത്രമല്ല, കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ്, കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നതിന് മുൻപ്, ആ സംഭവം നടക്കുന്നതിനും ഒരാഴ്ച മുൻപാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ദേവിദാസിന് 35 ലക്ഷം രൂപ കൈമാറി ആ പണം തിരികെ തരുന്നില്ല എന്ന കാര്യം ശ്രീതു പറയുകയും ചെയ്തത്. എന്നാൽ അന്ന് രേഖാമൂലം പരാതി നൽകാൻ കുട്ടിയുടെ അമ്മ തയ്യാറായിരുന്നില്ല. ഇത് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്ന് തട്ടിച്ചെടുത്ത തുകയാണ് എന്ന കാര്യം പിന്നീട് കണ്ടെത്തിയിരുന്നു. 10 ലക്ഷം രൂപ വരെ നൽകിയ ആളുകളുണ്ട്. വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഉടമസ്ഥനിൽ നിന്നുൾപ്പെടെ ഈ തരത്തിൽ പണം വാങ്ങിയിരുന്നു. ഇപ്പോഴാണ് ഈ പോലീസുകാരനെതിരെയുള്ള മൊഴി കഴിഞ്ഞ ദിവസം നൽകുന്നത്. അതിന് കാരണമായി പോലീസ് സംശയിക്കുന്നത് ഒരുപക്ഷെ ഈ പണം നൽകിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ളിൽ ശ്രീധുവിന് ഒരു വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം ശ്രീധുവിൻ്റെ ഭർത്താവുമായി
ബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധമുള്ള ആളാണ്. ശ്രീധുവിൻ്റെ ഭർത്താവിനെ പോലീസ് പിടികൂടുന്ന സമയത്ത് ഈ ആദ്യം കുട്ടിയെ കൊലപ്പെടുത്തിയത് ഭർത്താവാണെന്നൊരു സംശയമുണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ പോലീസുകാരൻ്റെ ഒരു സഹായം ഉണ്ടായി ഇയാൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അങ്ങനെ ശ്രീധു കരുതുന്നുണ്ടാകാം. അതുകൊണ്ട് പോലീസുകാരനെ കൊടുക്കാൻ ഇത്തരത്തിലൊരു പരാതി നൽകി എന്ന വിലയിരുത്തലുണ്ട്. പക്ഷേ അതല്ലെങ്കിൽ ഈ 35 ലക്ഷം രൂപ നൽകിയതാകാം. അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസുകാരൻ ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ്. ശ്രീജ. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പത്തനംതിട്ട റാന്നി മുറിഞ്ഞകല്ലിൽ 19-കാരിയായ വിദ്യാർത്ഥിനി ഗായത്രി ജീവനൊടുക്കിയതിൽ അമ്മയ്ക്കൊപ്പം താമസിച്ചു വന്ന ആൾക്കെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ. അമ്മയ്ക്കൊപ്പം കഴിയുന്ന ആദർശിനെ സംശയമുണ്ടെന്നും ഇയാൾ ആരോപിച്ചു. എന്നാൽ മകളുടെ നഗ്നചിത്രങ്ങൾ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പകർത്തി എന്നും ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നുമാണ് അമ്മയുടെ ആരോപണം. പത്തൊൻപതുകാരിയുടെ മരണത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ 1 വർഷമായി ആദർശ് എന്നയാൾക്കൊപ്പമാണ് മരിച്ച ഗായത്രിയുടെ അമ്മ കഴിയുന്നതെന്നും ഇയാളെ സംശയമുണ്ടെന്നുമാണ് രണ്ടാനച്ഛൻ ചന്ദ്രശേഖരന്റെ ആരോപണം. അടൂരിലെ സ്ഥാപനം ശരിയല്ലെന്നും മകളെ അയക്കരുതെന്നും അമ്മ രാജിയോട് പറഞ്ഞിരുന്നു. 1 വർഷമായി രാജിയുമായി ബന്ധമില്ലെന്നും ചന്ദ്രശേഖരൻ പറയുന്നു. സംശയങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല. കാരണം അത്ര ബോൾഡാണ് അവള്. എനിക്കറിയാം, കുഞ്ഞുനാൾ മുതൽ അവളെ ഞാൻ വളർത്തിയതാണ്. എൻ്റെ നെഞ്ചത്ത് കിടന്ന എൻ്റെ കുഞ്ഞു വളർന്നത്. പ്രായത്തിൽ കൂടുതൽ പക്വത ഉണ്ടായിരുന്നു. ഞാൻ ഈ 1 വർഷമായിട്ട് ഈ പറയുന്ന മകളും ഞാനും പിന്നെ രാജീവായിട്ട് ഒരു കോണ്ടാക്ട് 1 വർഷമായിട്ട്. അത് കോന്നി പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഇവർ തന്നെയാണ് എന്നെ വേണ്ട, എൻ്റെ കൂടെ ജീവിക്കുന്നില്ല എന്നും പറഞ്ഞ് പോയത്. എനിക്ക് 2 പേരെ സംശയമുണ്ട്. ഒന്ന് സ്ഥാപനത്തിൽ, മറ്റൊന്ന് ഇപ്പോൾ ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിക്കുന്നവരെ സംശയമുണ്ട്. ആദർശ്. ഇതിനിടെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്ന കുറിപ്പ് കണ്ടെത്തിയതായി കൂടൽ പോലീസ് പറഞ്ഞു. വീട് മുഴുവൻ താൻ തിരഞ്ഞതാണെന്നും ഒരു കുറിപ്പുമില്ലെന്നുമാണ് അമ്മ രാജി പറയുന്നത്. അടൂരിലെ ഡിഫൻസ് അക്കാദമി നടത്തിപ്പുകാരൻ മകളുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും അമ്മ രാജി ആരോപിച്ചു. ഇച്ചിരി ഇല്ലാത്തൊരു പെൺകുട്ടിയുടെ നഗ്നത കാണിച്ചിട്ട് അതിനെ ഭീഷണിപ്പെടുത്തുക പറഞ്ഞാൽ അത് ന്യായമാ? 50 വയസ്സുള്ള ഒരു കാരകം ചെയ്തതാ. അവനൊരു കമാൻഡറോ? ഇവനാണോ ഒരു ആർമി ഉദ്യോഗസ്ഥൻ? അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ ഇപ്പോൾ ഒളിവിലാണ്. ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. പത്തനംതിട്ട. മലപ്പുറം മഞ്ചേരി ആമയൂരിൽ ജീവനൊടുക്കിയ 18-കാരിയുടെ സുഹൃത്തും ആത്മഹത്യ ചെയ്തു. 19-കാരനായ കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത്. ഈ മാസം 3-ന് ഷൈമ ആത്മഹത്യ ചെയ്തപ്പോൾ തുടർച്ചയായ 3-ാം ശ്രമത്തിലാണ് സജീർ മരിച്ചത്. മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചതോടെയായിരുന്നു ഷൈമ ആത്മഹത്യ ചെയ്തത്. അവർ ഇപ്പോൾ മറ്റൊരു ലോകത്ത് ഒരുമിച്ചിട്ടുണ്ടാകും. അങ്ങനെ മാത്രമേ വേദനയോടെ സജീറിന്റെ മരണത്തെക്കുറിച്ച് നാട്ടിലെ ഏതൊരാളും പറയൂ. ഷൈമ മരിച്ച സമയം മുതൽ സജീവും സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ എടവണ്ണ പുകമണ്ണയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ സജീറിനെ കണ്ടെത്തിയത്. ചികിത്സയിലായിരുന്ന സജീർ കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരുമറിയാതെ പോയി. തുടർന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സജീറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം 3-നാണ് ഷൈമ സിനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത്. വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയായിരുന്നു ഷൈമയുടെ മരണം. വിവാഹത്തിന് ഷൈമയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഷൈമ മരിച്ചതറിഞ്ഞ് അന്ന് തന്നെ സജീർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ സജീർ മരുന്ന് അമിതമായ അളവിൽ കഴിച്ചും ശുചീകരണ ലോഷൻ കുടിച്ചും ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ചികിത്സകൾ പുരോഗമിക്കുമ്പോഴാണ് സജീർ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു.
സജീറിനായി അന്വേഷണവും തെരച്ചിലും നടക്കുമ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കും മുമ്പ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സജീർ സമൂഹമാധ്യമത്തിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. എൻ്റെ മാലാഖ എന്ന ഒറ്റവരിക്കൊപ്പമാണ് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇരുവരും നിൽക്കുന്ന ചിത്രം സജീർ പോസ്റ്റ് ചെയ്തത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് ഉപ്പളയിൽ സുരക്ഷാ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പയ്യന്നൂർ സ്വദേശി സുരേഷാണ് കൊല്ലപ്പെട്ടത്. ആംബുലൻസ് മോഷണം അടക്കം നിരവധി കേസുകളിലെ പ്രതിയായ സവാദ് എന്നയാളാണ് സുരേഷിനെ കുത്തിയതെന്ന് പോലീസ് പറയുന്നു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലെത്തിയത്. ഉപ്പളയെ നടുക്കുന്ന സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായത്. പയ്യന്നൂർ സ്വദേശിയും സുരക്ഷാ ജീവനക്കാരനുമായ സുരേഷിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. ആംബുലൻസ് മോഷണമടക്കം നിരവധി കേസുകളിലെ പ്രതിയും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനുമായ സവാദാണ് സുരേഷിനെ കുത്തിയത്. കുത്തേറ്റ് സാരമായി പരിക്കേറ്റ സുരേഷിനെ ഉപ്പളയിലെ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. എന്നാൽ നില ഗുരുതരമായതിനാൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നെന്നും തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ സവാദ് സുരേഷിനെ കുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത്. വയറിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. കൊല്ലപ്പെട്ട സുരേഷ് ഉപ്പളയിൽ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന്റെ കാവൽക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. സുരേഷും സവാദും തമ്മിൽ നേരത്തെയും തർക്കമുണ്ടായിരുന്നു. സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറത്ത് സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സഹോദരങ്ങൾ അറസ്റ്റിൽ. കുറ്റിപ്പുറം മൂടാൽ സ്വദേശികളായ അബ്ദുൾ സലാം, മുഹമ്മദ് അസ്കർ എന്നിവരാണ് അറസ്റ്റിലായത്. മൂടാൽ സ്വദേശി മുഹമ്മദ് കുട്ടി സഹോദരന്റെയും മക്കളുടെയും അടിയേറ്റ് ചികിത്സയിലിരിക്കെ ജനുവരി 7-നാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിലായിരുന്നു. കുറ്റിപ്പുറം മൂടാലിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് വൃദ്ധനെ സഹോദരങ്ങളും മക്കളും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. കുറ്റിപ്പുറം മൂടാൽ സ്വദേശി ചിറ്റകത്ത് ആലിയാമുട്ടിയുടെ മക്കളായ അബ്ദുൾ സലാം, മുഹമ്മദ് അസ്കർ എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഇരുവരും ഒളിവിലായിരുന്നു. കൊലക്കുറ്റം ചുമത്തിയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. കുറ്റിപ്പുറം മൂടാൽ ടൗണിൽ വെച്ചാണ് ചിറ്റകത്ത് മുഹമ്മദ് കുട്ടിയെ പ്രതികൾ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 75-കാരൻ മുഹമ്മദ് കുട്ടി ഒരാഴ്ച ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ജനുവരി 7-നാണ് മരിച്ചത്. പിന്നീട് പ്രചരിച്ച ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. ന്യൂസ് 18 തിരൂർ. കാസർകോട്ട് ഓൺലൈൻ ജോലിയുടെ മറവിൽ 2,23,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് അറസ്റ്റിലായത്. കേരളത്തിനകത്തും പുറത്തും സമാന രീതിയിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ 2024 മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിലെ പ്രതി കൂടിയായ ഇയാൾക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു.
ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിലെ സൂത്രധാരനാണ് കാസർഗോഡ് അറസ്റ്റിലായത്. പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് സൈബർ പോലീസിന്റെ പിടിയിലായത്. ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്ത് കാസർഗോട്ടെ ഒരു ഡോക്ടറിൽ നിന്ന് 2,23 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ഇയാൾക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ മാത്രം 6 കേസുകൾ നിലവിലുണ്ട്. പയ്യന്നൂർ സ്റ്റേഷനിൽ ഒരു കേസിൽ പിടികിട്ടാപ്പുള്ളിയാണ്. ടെലിഗ്രാം വഴി ഓൺലൈൻ ട്രേഡിംഗിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ഇയാൾ ഇരകളെ വീഴ്ത്തുന്നത്. മുംബൈ പോലീസ് ചമഞ്ഞ് വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിന് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ 2024 രജിസ്റ്റർ ചെയ്ത കേസിലും നൌഷാദ് പ്രതിയാണ്. മറ്റു രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ സൈബർ സെൽ ശേഖരിച്ചു വരികയാണ്. തീർച്ചയായും ഉത്തരേന്ത്യൻ ലോബിയായി ബന്ധപ്പെട്ട ഒരു സംഘത്തിൽപ്പെട്ട ആളെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. 46 അക്കൗണ്ടിലേക്ക് ഡോക്ടർക്ക് പണം കൈമാറുമ്പോൾ ആൾക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല. അല്ല, അവരുടെ മോഡസ് എന്ന് പറയുന്നത് പലതരത്തിലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകളെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കുക എന്നുള്ളൊരു മോഡസാണ് ഇത്തരം തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഈ ഇന്നത്തെ പ്രതി. ഇയാളും നേരത്തെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ഒരാളാണെന്നാണ് മനസ്സിലാക്കിയത്. ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതായി തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ സമാന രീതിയിലുള്ള മറ്റു കേസുകൾ സംബന്ധിച്ചും പോലീസ് വിവരം ശേഖരിച്ചു വരുന്നു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് പറമ്പിൽ കടവിൽ ATM പൊളിക്കാൻ ശ്രമിച്ച ആളെ പിടികൂടി. മലപ്പുറം സ്വദേശി വിജേഷ് നാരായണനെയാണ് ചേവായൂർ പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് വിവരങ്ങൾ? ശ്രീജ, ഇന്ന് പുലർച്ചെ 2:25 കൂടിയാണ് സംഭവം ഉണ്ടായത്. പറമ്പിൽ കടവിലുള്ള ഹിറ്റാച്ചി എന്ന സ്വകാര്യ കമ്പനിയുടെ ATM ആണ് പൊളിക്കാൻ ശ്രമം നടത്തിയത്. മലപ്പുറം സ്വദേശിയായ വിജേഷ് നാരായണൻ എന്ന ആൾ ഈ ATMനുള്ളിൽ ചുറ്റുകയും കട്ടറും മറ്റ് കമ്പിപ്പാര പോലുള്ള ഉപകരണങ്ങളുമായി ATM പൊളിക്കാനായി ശ്രമം നടത്തുകയായിരുന്നു. ATMനുള്ളിൽ ഈ ആളനക്കവും ബഹളവും കേട്ടപ്പോൾ തന്നെ അതുവഴി വന്ന കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥർ പോലീസുകാർ ATMനുള്ളിലേക്ക് കടക്കുകയും ഈ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. എന്തായാലും പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഈ ATMന് നാശനഷ്ടം വരികയോ ഉണ്ടായിട്ടില്ല. ഇയാൾ ഈ ശ്രമം നടത്തിയപ്പോൾ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോവുകയുമായിരുന്നു. എന്തായാലും ഉപകരണങ്ങളടക്കം സ്ഥലത്തു നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. മൂന്നാറിൽ കാട്ടാന പടയപ്പയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. തൃശൂർ സ്വദേശി ദിൽച്ചയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ രാത്രി മൂന്നാർ വകുവരെ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. മറയൂരിലേക്ക് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു ഡിൽജയും മകനും. വിവരങ്ങളുമായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിക്കാണ് പടയപ്പയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വിവരങ്ങളുമായി പ്രിൻസ്. പൊതുവെ പടയപ്പ ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ശ്രീജ, കഴിഞ്ഞ രാത്രി ഏകദേശം 1 മണിയോടാണ് സംഭവം. തൃശ്ശൂരിൽ നിന്നും മറയൂരിലേക്ക് ജോലി ആവശ്യത്തിന് പോയതായിരുന്നു ഡിൽജയും മകനും. ഇതിനിടെ മൂന്നാറിന് സമീപം വകുവരെ എസ്റ്റേറ്റ് അടുത്ത് വെച്ച് പടയപ്പ ഇവരുടെ വാഹനത്തിന് നേരെ ഇരുചക്ര വാഹനത്തിന് നേരെ കൂടി പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടെ ഇവർ വാഹനം നിർത്തി കൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ ഡിൽജയെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവരുടെ ആംബുലൻസിലാണ് മറയൂരിൽ നിന്നും വനംവകുപ്പിന്റെ ആംബുലൻസ് എത്തിച്ചാണ് മൂന്നാറിലെ ആശുപത്രിയിലേക്ക് എത്തിച്ച് തുടർന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. ഡിൽജയുടെ ഇടുപ്പലിന് പരിക്കുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ രാത്രി 1 മണിയോടെയാണ് സംഭവം. നിലവിൽ പടയപ്പ മതപ്പാടിൽ ആണെന്നാണ് വനംവകുപ്പ് നൽകിയിരിക്കുന്ന വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പയെ വനംവകുപ്പ് നിരീക്ഷിക്കുകയുണ്ടെന്ന് നമുക്ക് അറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷവും മതപ്പാട് കാലഘട്ടങ്ങളിൽ പടയപ്പ നേരിയ തോതിലുള്ള ആക്രമണ സ്വഭാവമൊക്കെ കാണിച്ചിരുന്നു. വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മതപ്പാട് കാലത്ത് ഉണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾക്ക് നേരെ കഴിഞ്ഞ വർഷവും ആക്രമണം നടത്തിയിരുന്നു. ഈ വർഷവും സമാനമായ രീതിയിൽ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞിടെ ശരി പ്രിൻസ്, ഞാൻ തൽക്കാലം ഇടപെടുകയാണ്. ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണും. പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ?
എൻ്റെ പിന്തുണ ആർക്കും ആവശ്യമില്ല, എന്നാൽ എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ എൻ്റെ പിന്തുണയോ എൻ്റെ ചർച്ചയോ അല്ല പ്രശ്നം. ഞങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാലും ശ്രീ ശരത് പവാറാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ എന്താണോ പറയുന്നത് അതാണ് കേരളത്തിലെ NCP പ്രവർത്തകന്മാരുടെ അവസാന തീരുമാനം. ആ തീരുമാനം വന്നു കഴിഞ്ഞാൽ വേറെ ഒരു വർത്താനം ഉണ്ടാവില്ല. ഈ തോമസ് കെ തോമസിനെ താങ്കൾ പിന്തുണയ്ക്കാൻ തയ്യാറാണോ? തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് നല്ലതാണോ? അല്ല, അതൊക്കെ പിന്നെ ഭാവിയിൽ അദ്ദേഹം ഓരോരുത്തരുടെ ആരാണോ പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ആശ്രയിച്ചിരിക്കും നല്ലത് ചെയ്തു. മുൻവിധിയോടുകൂടി ആരെയും കാണുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം എല്ലാവർക്കും ഓരോ തരം കഴിവുകളും പ്രവർത്തന പരിചയമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ പുതിയ മന്ത്രിമാർ നല്ല പെർഫോമൻസ് കാണിക്കുന്നവരില്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. ഏതായാലും ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് NCP അധ്യക്ഷനാകാൻ ആരും അയോഗ്യനല്ല. എന്നാൽ ഈ കാര്യത്തിൽ ആരെയെങ്കിലും പിന്താങ്ങുകയോ ആരെയെങ്കിലും എതിർക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്ക് ഒറ്റക്കെട്ടായി പോകാൻ കഴിയേണ്ട ഒരു ഘട്ടത്തിൽ മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടത്താനല്ല ദേശീയ അധ്യക്ഷൻ എന്താണോ നിർദ്ദേശിക്കുന്നത്. തോമസ് കെ തോമസ് യോഗ്യനാണോ ആ പദവിക്ക്? അല്ല, അതെങ്ങനെയാണ് ഞാൻ നിശ്ചയിക്കുക? ഒരാളുടെ യോഗ്യതയും അയോഗ്യതയും വേറൊരാളെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ആർക്കും പിന്നെ ഏത് പദവിയിലും എത്താവുന്ന ഒരു ജനാധിപത്യ മൂടില്ലേ, ഒരു ജനാധിപത്യ സ്വഭാവമില്ലേ? അപ്പോൾ ആർക്കും വേണമെങ്കിലും എത്താം. NCPയിലെ തന്നെ തീരുമാനം അനുസരിച്ച് മന്ത്രിമാറ്റ ചർച്ചകൾ സജീവമായിരുന്നു. ആ വിഷയങ്ങളൊക്കെ അപ്രസക്തമായപ്പോൾ അത് നേരത്തെ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പ്രശ്നം തീർന്നു. മുഖ്യമന്ത്രിയുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം പിന്നെ അത് വേണ്ട എന്ന് വെച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഫോർമുലയുടെ ബാക്കി പത്രമാണോ തോമസ് കെ തോമസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ഫോർമുല ഒന്നുള്ളതായിട്ട് എനിക്കറിയില്ല. തോമസ് കെ തോമസ് തന്നെ പറയുന്നുണ്ട് NCP അധ്യക്ഷനാകാൻ താൻ യോഗ്യനാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതെ, പിന്തുണയ്ക്ക് അടയ്ക്കുന്ന കാര്യം എന്തിനായാലും അങ്ങനെ ആരുടെയും അതൊരു ആലോചനയുടെ ഭാഗമായി വരും. ആലോചിക്കുന്ന സമയത്താണല്ലോ നമ്മൾ എന്ത് വേണം എന്ത് വേണ്ടെന്ന് പറയുന്നത്. ഒരു ജനാധിപത്യപരമായ കൂടിയാലോചനകളിലൂടെ അതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് നിശ്ചയിക്കും. അല്ല, ഒരു കൂടിയാലോചനയും ഇല്ലാതെ PC ചാക്കോ രാജിവെച്ച് ഇറങ്ങിപ്പോയത് ശരിയായോ? അദ്ദേഹത്തിന്റെ രാജിയെക്കുറിച്ചൊരു പ്രത്യേക കമന്റ് ഇല്ല. കാരണം അദ്ദേഹം എന്നോട് ഞാൻ രാജിവെച്ചു എന്ന് വിവരം അറിയിച്ചു. രാജിവെച്ചതിന് ശേഷം അറിയിച്ചാൽ പിന്നെ കൂടുതൽ ചർച്ച വേണ്ടിയിരുന്നില്ലല്ലോ. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു കൂടിയാലോചനയൊക്കെ താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കളോട് നടത്തേണ്ടതല്ലേ? അല്ലാതെ ഓരോ വ്യക്തിക്കും PC ചാക്കോ ഇന്നലെയാണ് NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. അതിനെ തുടർന്നുള്ള ചർച്ചകളിൽ പ്രതികരണം പറയുകയായിരുന്നു AK ശശീന്ദ്രൻ. ദേശീയ നേതൃത്വമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ കൂടി കാണാം. ആശംസ. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന മനു 43ാം ജന്മദിനമാണ് മനു ആഘോഷിക്കുന്നത്. ബാലരാമപുരം സ്വദേശിയാണ്. മനുവിന് ആശംസകൾ നേരുന്നത് സുഹൃത്ത് ശരത്താണ്. ഹാപ്പി ബർത്ത്ഡേ മനു. രാവിലെ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണിക്ക് തിരികെ എത്താം. അതുവരെ ഇത് കണ്ടു.